പേരക്കുട്ടികളെ എന്തൊക്കെയുണ്ട്? അച്ഛനിപ്പോ നിങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കാൻ പോവാ. അതാ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ലൈറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാ. കുഞ്ഞുങ്ങളുടെ നെറ്റിലൊന്നും കൊടുക്കുന്ന പോലെ എടുക്കാം. അതിനെന്താ, നമുക്ക് കൊടുക്കാലോ. വിജി, എന്റെ ജീവൻ, ലോകം, സന്തോഷം, അഭിമാനം, സംതൃപ്തി എല്ലാം എന്റെ ഈ രണ്ട് മക്കളാണ്. നമ്മുടെ രണ്ട് മക്കളെയും നമുക്ക് നന്നായിട്ട് വളർത്തണം. ഇവനെ നമുക്ക് രാജകുമാരനെ പോലെയും ഇവളെ നമുക്ക് രാജകുമാരിയെ പോലെയും വളർത്തണം. ഒരു കുറവില്ലാതെ നന്നായിട്ട് വളർത്തണം. എനിക്ക് രണ്ട് ജീവനുണ്ട് നിധി. ഈ രണ്ട് ജീവനെ എന്റെ കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറയുക. എന്തു രുചി, നീ എന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു? എന്താ വിക്രം, എല്ലാ ആണുങ്ങളെയും പോലെ നീ മാറിയല്ലേ? ഏയ്, ഞാൻ എവിടെയാ മാറിയത്? ഞാൻ പഴയ ആള് തന്നെയല്ലേ. എന്താ കാര്യം പറ. കല്യാണത്തിന് മുമ്പ് സ്നേഹിക്കുന്ന സമയത്ത് നീയാണ് എന്റെ ലോകം, നീയാണ് എന്റെ ജീവൻ, നീയാണ് എന്റെ സന്തോഷം, നീയാണ് എന്റെ അഭിമാനം, നീയാണ് എന്റെ അഹങ്കാരം, എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നേ. ഇപ്പൊ കുട്ടികൾ വന്ന ഉടനെ രണ്ട് ജീവനായി. അപ്പൊ മൂന്നാമത്തെ ജീവനായിട്ട് പോലും ഞാൻ നിനക്കില്ല അല്ലേ? ഈ ലോകത്ത് ജീവൻ നിലനിൽക്കാൻ വേണ്ടത് ശ്വാസം. നീ എന്റെ ജീവന്റെ ശ്വാസമല്ലേടി. നീ വേറൊന്നും ചിന്തിക്കരുത്. കല്യാണത്തിന് മുമ്പ് നീ എനിക്ക് ജീവനും ലോകവും ഒക്കെ ആയിരിക്കും. എന്നാൽ കല്യാണത്തിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഇവരാണ് ജീവിതവും ലോകവും എല്ലാം. അതുകൊണ്ട് ഞാൻ നിന്നെ മറന്നുപോയെന്നൊന്ന് വിചാരിക്കരുത്. ഈ രണ്ട് അമൂല്യ നിധികളെ എന്റെ കൈകളിലേക്ക് കിട്ടിയില്ലേ, അതിന്റെ പ്രധാന കാരണം നീയല്ലേ. ഈ ലോകത്ത് എന്റെ ജീവന് തുല്യമുള്ള വിജിക്ക് ഐ ലവ് യു. അപ്പൊ എന്റെ ഓർമ്മ നിനക്കുണ്ട്. മറന്നെങ്കിലല്ലേ വിചാരിക്കേണ്ട കാര്യമുള്ളൂ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു എന്നെ തല. എന്നാലും നീ എന്റെ മോളെ കൊന്നു കളഞ്ഞല്ലേ അടി പാവി. ആ കുഞ്ഞിന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ നിലമോളെ പോലെ ഉണ്ടാവുമായിരുന്നില്ലേ? അച്ഛ അച്ഛന്നും പറഞ്ഞ് എന്റെ പുറകെ വരുമായിരുന്നു. വിക്രം, നാശം പിടിച്ചോള് എന്റെ കുഞ്ഞിനെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലമ്മേ. എന്റെ മോളെ പറ്റിയുള്ള ചിന്ത ഓരോ ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരിക. എനിക്കെന്റെ മോളുടെ കാര്യം മറക്കാനേ പറ്റുന്നില്ല. എന്റെ മോള് മരിക്കാൻ കാരണക്കാരിയായ വിജിയോട് എനിക്ക് ഈ ജന്മം ക്ഷമിക്കാൻ പറ്റില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. വിക്രം, എനിക്ക് നിന്നെ ഇങ്ങനെ കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ലടാ.
കുഞ്ഞ് നഷ്ടപ്പെട്ടു തോർത്ത് നീ കുറെ കാലമായി സങ്കടപ്പെടാൻ തുടങ്ങിയതല്ലേ? ഈ കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് നീ നരകയാതന അനുഭവിക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ. എന്നാ എത്ര കാലങ്ങളിങ്ങനെ പഴയ കാര്യം ആലോചിച്ച് നീ ഇങ്ങനെ സ്വയം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും? എത്ര നാള് നീ ഇങ്ങനെ കരയും വിക്രം? എന്നിങ്ങനെ കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന നഷ്ടപ്പെട്ട കുഞ്ഞ് തിരിച്ചു വരും തോന്നുന്നുണ്ടോ? അമ്മ പറയുന്നത് ശരിയായിരിക്കും അമ്മേ. നഷ്ടപ്പെട്ട കുഞ്ഞ് ഒരിക്കലും തിരിച്ചു വരില്ല. എന്നാൽ ഒരു കുഞ്ഞിന്റെ രൂപത്തില് ദൈവം നിലമോളെ എന്റെ അടുത്തേക്ക് അയച്ച പോലെ തോന്നുന്നുണ്ട്. അമ്മേ, ഞാനിത് വെറുതെ നേരം പോക്കിന് പറയുന്നതല്ല. ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ അടുത്ത കാലത്തായി നിലയെ കാണുമ്പോ എനിക്ക് എന്റെ സ്വന്തം കുഞ്ഞിനെ കണ്ടുപോലെ ഒരു ഫീലിംഗ് ആണ് അമ്മേ. എടാ വിക്രം, നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ലടാ. അത് നിലയുടെ രൂപത്തില് നിന്റെ മുമ്പിൽ തന്നെ വരുന്നു ദൈവം എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നുക. എന്റെ കുഞ്ഞ് എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്ന പോലെ ഉണ്ടമ്മേ. എന്നാ എന്തിനാ അങ്ങനെയൊക്കെ തോന്നുന്നെന്ന് എനിക്കറിയില്ല. ഈ ലോകത്ത് എത്രയോ പെൺകുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ നിലയോട് മാത്രം എനിക്ക് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവുന്നത്, അതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.